AICC ഉൾപ്പെടെ നിലപാട് വ്യക്തമാക്കിയിട്ടും രാഹുൽ മങ്കൂട്ടം MLAക്കെതിരായ പാർട്ടി നടപടി വൈകിപ്പിക്കുന്നതായി ആക്ഷേപമുയരുകയാണ്. രാഹുലിനെതിരെ രണ്ടാമതും ബലാത്സംഗ പരാതി ലഭിച്ച ഉടൻ AICC ഇടപെട്ട് രാഹുലിനെ പുറത്താക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ നിർദ്ദേശമാണ് അട്ടിമറിക്കപ്പെട്ടതായി ആക്ഷേപമുയർന്നത്. രാഹുലിനെതിരായ ബലാത്സംഗ പരാതി AICCക്കും രാഹുൽ ഗാന്ധിക്കും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ നേരിട്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവരുമായി ആശയവിനിമയം നടത്തി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നതായാണ് റിപ്പോർട്ടുകൾ. പാർട്ടിയുടെ അന്തസ്സ് സംരക്ഷിക്കാൻ പര്യാപ്തമായ നിലയിൽ നടപടി സ്വീകരിക്കണമെന്നാണ് വേണുഗോപാൽ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ നിർദ്ദേശം. വ്യക്തിയല്ല, പാർട്ടിയാണ് വലുതെന്നും വേണുഗോപാൽ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ ഉണ്ടാകുമെന്ന് കരുതിയ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളെ അമ്പരിപ്പിച്ച കാര്യം. കടുത്ത നടപടി കൂടിയേ തീരൂ എന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തല, K മുരളീധരൻ, VM സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കൾ ഒന്നടങ്കവും ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷ നിരയിലെ ഏക കോൺഗ്രസ് ഇതര വനിതാ MLA KK രമയും രാഹുലിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നീ KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ മാത്രമാണ് ഇപ്പോൾ പാർട്ടിയിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരായുള്ളത്. ഈ സാഹചര്യത്തിൽ രാഹുലിനെതിരായ നടപടി എന്തുകൊണ്ട് വൈകുന്നു എന്നതിന് സണ്ണി ജോസഫ് മറുപടി നൽകേണ്ടി വരും. രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നതിന് മുമ്പ് നടപടി ഉണ്ടാകണമെന്നതാണ് AICCയുടെ നിലപാട്. അല്ലാത്ത പക്ഷം അത് പാർട്ടിക്കും ക്ഷീണമുണ്ടാക്കുമെന്നും നേതൃത്വം കരുതുന്നുണ്ട്. അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചത് കൊണ്ട് പാർട്ടിക്ക് നടപടി എടുക്കേണ്ടി വന്നു എന്ന വിലയിരുത്തലാണ് ഉണ്ടാവുക. എന്നാൽ രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചാൽ പാർട്ടി നടപടി ഒഴിവാക്കാമെന്ന പ്രതീക്ഷയിലാണ് രാഹുലിനെ അനുകൂലിക്കുന്ന ഷാഫി, വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള സംഘമെന്നാണ് വിലയിരുത്തൽ. ക്രൂരമായ ലൈംഗിക അതിക്രമം സംബന്ധിച്ച പരാതി ഉയർന്നിട്ടും ആരോപണ വിധേയനെ പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്കും വയനാട് MP പ്രിയങ്ക ഗാന്ധിക്കും കടുത്ത അതൃപ്തിയുള്ളതായാണ് സൂചന. സംസ്ഥാന നേതൃത്വം യുക്തമായ തീരുമാനം എടുത്തില്ലെങ്കിൽ ദേശീയ നേതൃത്വം നേരിട്ട് വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. മുൻകൂർ ജാമ്യം തള്ളുകയും പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടി വരികയും ചെയ്താൽ അത് കോൺഗ്രസിൽ KPCC നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനത്തിനിടയാക്കും.